നമ്മൾ മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം ഏതാണ്? ഒരുപാട് പേര് അവകാശപ്പെടാറുള്ളൊരു കാര്യം മനുഷ്യർ നാച്ചുറലി വെജിറ്റേറിയൻ ആണെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ സസ്യഭക്ഷണം കഴിക്കാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ശരീരമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്. ഈ തരത്തിലുള്ളൊരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും വെജിറ്റേറിയൻസ് എന്നോ വേഗൻസ് എന്നോ ഒക്കെ അറിയപ്പെടുന്ന ആളുകൾ, വീഗൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് പലപ്പോഴും ഈ ആശയം മുമ്പോട്ട് വെച്ച് കണ്ടിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട്? അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നമ്മൾ ആ പരിശോധനയ്ക്കാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. മനുഷ്യൻ സ്വാഭാവികമായിട്ട് വെജിറ്റേറിയൻ ആണ് എന്ന് വാദിക്കുന്നതിന് പൊതുവിൽ അത്തരക്കാർ കുറേ വാദങ്ങൾ മുമ്പോട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദഹനനാളത്തിൻ്റെ നീളം, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ നീളം, അത് പൊതുവിൽ മാംസഭുക്കുകളായ ജീവികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. മാംസം ഭക്ഷിക്കുന്നവർക്ക് താരതമ്യേന ചെറിയൊരു ഡൈജസ്റ്റീവ് ട്രാക്റ്റ് മതിയാകും. പക്ഷേ സസ്യഭുക്കുകൾക്കാണ് കൂടുതൽ നീണ്ട ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആവശ്യം വരുന്നത്. മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് മാംസഭുക്കുകളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ കാർണിവോർസ് എന്ന് വിളിക്കുന്ന മാംസം ഭക്ഷിക്കുന്ന ജീവികളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ നമ്മുടെ പല്ലുകളുടെ ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരന്ന പല്ലുകളാണ് ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പുലിയോ സിംഹമോ ഒക്കെ പോലെ ടോട്ടലി കാർണിവോറസ് ആയിട്ടുള്ള ജീവികളുടെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ അവയുടേത് വളരെ ഷാർപ്പായിട്ടുള്ള ഉളി പോലുള്ള പല്ലുകളാണ്. അതായത് മാംസം കടിച്ച് കീറാൻ പറ്റുന്ന തരത്തിലുള്ള ഉളി പോലുള്ള പല്ലുകളാണ്. നമ്മളുടേത് താരതമ്യേന പരന്ന പല്ലുകളാണ്. അതുപോലുള്ള ഷാർപ്പ് ടീത്ത് നമുക്ക് ഇല്ല. അതുപോലെ നമ്മുടെ ഈ ജോ മൂവ്മെൻറ്റ്, നമ്മുടെ താടിയെല്ലുകളുടെ ചലനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താടി ഇങ്ങനെ സൈഡിലേക്ക് ചലിപ്പിക്കാൻ പറ്റും. പക്ഷേ കാർണിവോറസ് ആയിട്ടുള്ള ജീവികളുടെ ജോസിന് പൊതുവിൽ ഈ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ഇല്ല. അവ നേരെ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്. നേരിട്ട് ആ ഇരയെ വളരെ ഷാർപ്പായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കാനുള്ള ഒരു അഡാപ്റ്റേഷനായിട്ടാണ് അവരുടെ ജോ മൂവ്മെൻറ്റ്സ് പൊതുവെ വന്നിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ജോസ് നമുക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വായിൽ നമ്മുടെ ദഹനരസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് പൊതുവിൽ സ്റ്റാർച്ചിനെ ദഹിപ്പിക്കാൻ പറ്റിയ എൻസൈമാണ്. അത് മാംസഭുക്കുകൾ കാണാൻ പറ്റില്ല. സസ്യഭുക്കുകളിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. മനുഷ്യൻ്റെ വായിലെ ദഹനരസത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ മനുഷ്യന് ഈ സസ്യഭുക്കുകളുടേതായിട്ടുള്ള സവിശേഷതകൾ ശരീരത്തിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ പറയുന്ന ആർഗ്യുമെൻ്റ് പ്രകാരം മനുഷ്യൻ സസ്യഭുക്കാണ് നാച്ചുറലി, അല്ലേ? പക്ഷേ ഈ ചിത്രം പൂർണ്ണമല്ല. ഈ പറയുന്ന ആർഗ്യുമെൻറ്റുകൾക്കെല്ലാം ഒരു മറുവശമുണ്ട്. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് മാംസഭുക്കുകളുടെ ജീവിതത്തെ അപേക്ഷിച്ച് മനുഷ്യൻ്റേതിന് നീളം കൂടുതലാണ്. സസ്യഭുക്കുകൾക്കാണ് ഈ നീളമുള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആവശ്യം വരുന്നത്. പക്ഷേ നമ്മൾ പൊതുവിൽ സസ്യഭുക്കുകൾ എന്ന് വിളിക്കുന്ന പശുവിനെയോ ആടിനെയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് നീളം വളരെ കുറവാണ്. പക്ഷേ മാംസഭുക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടേത് കൂടുതലാണെന്നേ ഉള്ളൂ. ഈ രണ്ട് വശവും ചേർത്ത് വേണം നമ്മൾ താരതമ്യം ചെയ്യാൻ. അപ്പോൾ മനുഷ്യരുടേത് പലപ്പോഴും സസ്യഭുക്കുകളുടെയും മാംസഭുക്കുകളുടെയും സവിശേഷതകളുടെ ഒരു മിക്സാണ്. അതിനെയാണ് നമ്മൾ പൊതുവിൽ ഓംനിവോറി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ സസ്യഭക്ഷണവും സസ്യേതര ഭക്ഷണവും നമുക്ക് കഴിക്കാനുള്ള അഡാപ്റ്റേഷൻസ് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും. ഈ സലൈവറി അമൈലസിന് പുറമെ സ്റ്റാർച്ചിനെ ദഹിപ്പിക്കാൻ കഴിയുന്ന ഈ എൻസൈം അവിടെ ഉള്ളതിന് പുറമെ ഫാറ്റിനെയോ മീറ്റിലടങ്ങിയിരിക്കുന്ന ഫാറ്റ്, അതുപോലെ പ്രോട്ടീൻ, ഇതിനെയൊക്കെ ദഹിപ്പിക്കാൻ പറ്റുന്ന എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ സസ്യഭുക്കുകളിൽ നിന്നുള്ള സാമ്യം കണ്ടുപിടിക്കുന്നതിന് പുറമെ നമ്മൾ ഈ മാംസഭുക്കുകളുള്ള സാമ്യവും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും മനുഷ്യന് അങ്ങനെ നാച്ചുറലി സസ്യഭുക്കാണെന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന ശാരീരിക സവിശേഷതകളില്ല. നമ്മുടെ പല്ലുകൾ നോക്കൂ. നമ്മുടെ പല്ലുകൾ ഉളി പോലിരിക്കുന്ന പല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ സസ്യഭുക്കുകൾക്കുള്ളതുപോലെ പരന്ന പല്ലുകളുണ്ട്. എപ്പോഴും ഈ മാംസം കടിച്ച് കീറി കഴിക്കുക എന്ന് പറഞ്ഞ പർപ്പസിനാണ് ഉളി പോലുള്ള പല്ലുകൾ മാംസഭുക്കുകൾക്ക് വരുന്നത്. സസ്യഭുക്കുകൾക്ക് അങ്ങനെ കടിച്ച് കീറേണ്ട ആവശ്യമില്ല. അവ ഇലയും അങ്ങനത്തെ പ്ലാന്റ് പാർട്സ് ആണ് കഴിക്കുന്നുള്ളതുകൊണ്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ള പർപ്പസാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് പരന്ന പല്ലുകളാണ് കൂടുതൽ യോജിച്ചത്. അത് മാത്രമല്ല, ഗ്രൈൻഡ് ചെയ്യുന്നതിന് അപ്പ് ഡൗൺ മൂവ്മെൻറ്റിനേക്കാൾ നല്ലത് സൈഡ് വൈസ് മൂവ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആടോ പശുവോ ഒക്കെ എപ്പോഴും അവയുടെ കീഴ്ത്താടി ഇങ്ങനെ സൈഡിലേക്ക് ചലിപ്പിച്ച് ചവയ്ക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന് അതും കഴിയും, ഇങ്ങനെ കടിക്കാനുള്ള കഴിവുണ്ട്. അപ്പം മനുഷ്യർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സസ്യഭുക്കുകളുടെയും മാംസഭുക്കുകളുടെയും ഫിസിയോളജിക്കലും അനാട്ടമിക്കലുമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ഒരു മിക്സ് കാണാൻ പറ്റും. മനുഷ്യൻ ഓംനിവോറസ് ആണ്. അത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പരിണാമം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഉണ്ടായി വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ 3 ലക്ഷം വർഷത്തെങ്കിലും പഴക്കമുണ്ട് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യന്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡയറ്ററി പ്രിഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈലിലാണ്
ഒരു കാലത്ത് ജീവിച്ചിരുന്നത്. ഇന്നും പ്രകൃതിയിൽ ഭൂമിയിലെ ഒരുപാട് മനുഷ്യ സമൂഹങ്ങൾ ഹണ്ടർ ഗ്യാദറർ ലൈഫ് സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എന്നും സിവിലൈസ്ഡ് എന്നും ഒക്കെ നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാം റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കൃഷി കണ്ടെത്തിയതിലാണ്. നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന രീതിയിൽ നമ്മൾ അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് നമുക്കിതെല്ലാം സാധ്യമാകുന്നത്. എന്നാൽ ഇന്നും ഈ കാലഘട്ടത്തിലും ഭൂമിയിലെ ഒരുപാട് മനുഷ്യ സമൂഹങ്ങൾ ഈ ടെക്നിക്ക് മനസ്സിലാക്കിയിട്ടില്ല. അവർ ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പഴങ്ങൾ കഴിക്കുന്നുണ്ട്, വേരുകൾ കഴിക്കുന്നുണ്ട്, കിഴങ്ങുകൾ കഴിക്കുന്നുണ്ട്, കിട്ടുന്ന മൃഗങ്ങളെ കൊന്നു കഴിക്കുന്നുണ്ട്. അപ്പോൾ മാംസവും സസ്യവും ഉൾപ്പെടുന്ന ഒരു മിക്സഡ് ഫ്ലെക്സിബിൾ ഡയറ്റാണ് മനുഷ്യൻ തുടർന്നു വന്നത്. ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് അതുപോലെ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ എന്നോ കംപ്ലീറ്റ്ലി കാർണിവോർ എന്നോ വിളിക്കാൻ പറ്റുന്ന സ്ട്രിക്റ്റ് ശാരീരിക സവിശേഷതകളല്ല ഉള്ളത്. ഇതിന് പുറമെ പൊതുവിൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മാംസം കഴിച്ചത് മനുഷ്യൻ്റെ മസ്തിഷ്ക വികാസത്തെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ്റെ പൂർവികനായിട്ടുള്ള മനുഷ്യവർഗ്ഗങ്ങൾ, ആദിമ മനുഷ്യർ, അവർ തീയെ മെരിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയിരുന്നു. അല്ലെങ്കിൽ അവർക്ക് തീ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അവർ പഠിച്ചെടുത്തിരുന്നു. ഇത് മാംസത്തെ വേവിക്കാനും അത് കൂടുതൽ മനുഷ്യന് ഡൈജസ്റ്റബിൾ ആക്കാനും സഹായിച്ചിട്ടുണ്ട്. ഈ മാംസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കൂടുതൽ ന്യൂട്രിയൻറ്റ് റിച്ച് ആണ്. അതായത് ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വിളിക്കുന്ന, ശരീര നിർമ്മാണ ഘടകങ്ങൾ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പ്രോട്ടീനുകളുടെയും ഫാറ്റ് കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള എനർജി സ്റ്റോറേജ് ആണ്. ഇത് രണ്ടിൻ്റെയും വളരെ ഈസി സോഴ്സാണ് ശരിക്കും മീറ്റ്, മാംസം എന്ന് പറയുന്നത്. അത് പച്ച മാംസം മനുഷ്യന് മറ്റു ജീവികളുടെ ഇതുപോലെ ദഹിക്കില്ല. പക്ഷേ വേവിച്ച ഭക്ഷണം ഈസിലി ഡൈജസ്റ്റബിളാണ്. നമുക്ക് പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ കഴിയും, ചിലപ്പോൾ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പോൾ പൊതുവിൽ നമ്മുടെ ശരീരത്തിൽ 2 ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്ന ഭാഗങ്ങൾ. ഒന്ന് മസ്തിഷ്കവും മറ്റൊന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റവും ആണ്. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എനർജി കണ്ടെത്താനുള്ള മാർഗ്ഗമാണെങ്കിലും അതിന് ആ പ്രോസസ്സിന് തന്നെ കുറേ ഊർജ്ജം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം മാംസരൂപത്തിൽ കിട്ടാൻ തുടങ്ങിയതോടുകൂടി, അത് ദഹിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് എടുക്കാനുള്ള ടെക്നിക്ക് കൂടി നമ്മൾ പഠിച്ചതോടുകൂടി ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഊർജ്ജം അവൈലബിളായി. നമ്മൾ കഴിക്കുന്ന ഊർജ്ജത്തിൻ്റെ നല്ലൊരു ഭാഗം നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഈ കോംപ്ലക്സ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ മാംസാഹാര ശീലത്തിന് ഒരു പങ്കുണ്ട് എന്ന് ഇന്ന് ആന്ത്രപ്പോളജിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരങ്ങനെ സ്ട്രിക്റ്റ്ലി വെജിറ്റേറിയൻ ആയിട്ട് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ള സാധ്യതയില്ല. പറയട്ടെ, ഈ വീഡിയോ വെജിറ്റേറിയൻ ഡയറ്റിനോടോ നോൺ വെജിറ്റേറിയൻ ഡയറ്റിനോടോ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള പക്ഷപാതം പ്രചരിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. മറിച്ച് ഈ വാദത്തിനിടയിലുള്ള ഒരു കഴമ്പ് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കമ്പാരിസൺ നടത്തണം. ഈ വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും കഴിക്കുമ്പോൾ എന്ത് തരത്തിലാണ് ഇവ വ്യത്യസ്തമായിരിക്കുന്നത്. നമ്മൾ ഇതേ ചാനലിൽ മുമ്പ് ഭക്ഷണത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കണ്ടെത്തുന്നത് എന്നുള്ളത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി ഇതിനോടൊപ്പം കാണാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണത്തിൻ്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനകത്ത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പിന്നെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ മാക്രോ ന്യൂട്രിയൻസിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണം പൊതുവിൽ സ്റ്റാർച്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ഡോമിനേറ്റ് ചെയ്യുന്ന ഭാഗം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ മീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പ്രോട്ടീനും ഫാറ്റും കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിയിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഫുഡ് എന്ന് വിളിക്കുന്നത് പ്ലാന്റ്സ് ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നേരിട്ട് ഭക്ഷണമാക്കാൻ കഴിയുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുന്നത് ചെടികൾക്ക് മാത്രമാണ്. ബാക്കി മൃഗങ്ങൾക്കൊന്നും തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കഴിവില്ല. അപ്പോൾ പ്ലാന്റ്സ് ആണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ കഴിക്കാൻ മീറ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഏത് ജീവി എടുത്തു കഴിഞ്ഞാലും അതെല്ലാം സസ്യത്തിൽ നിന്നാണ് ഈ ഊർജ്ജം വരുന്നത്. അത് ഫുഡ് ചെയിനിൽ ഏത് സ്റ്റെപ്പിൽ നിൽക്കുന്നതനുസരിച്ചിട്ട് മാറുന്നുണ്ടാകാം എന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ പ്രൈമറി ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ അതിൽ നിന്നും അവർ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ പ്രോട്ടീനും ഫാറ്റും എന്നൊക്കെ രൂപത്തിൽ പിന്നീട് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി സിന്തസൈസ് ചെയ്യപ്പെട്ട പ്രോട്ടീനും ഒക്കെ നമുക്ക് മീറ്റിൽ നിന്നും പെട്ടെന്ന് കിട്ടും. അത് നമുക്ക് കുക്ക് ചെയ്തുകൂടെ കഴിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ഡൈജസ്റ്റീവ് പ്രോസസ്സിന് അതിനെ കുറച്ചുകൂടി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ
മീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ന്യൂട്രിയൻറ്റ് റിച്ച് ആണ്, ന്യൂട്രിയൻറ്റ് ഡെൻസ് ആണ്. കുറച്ച് മീറ്റിൽ നിന്നും നിങ്ങൾക്ക് വളരെ കൂടുതൽ ഈ മാക്രോ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത ഓപ്പണായി കിട്ടുകയാണ്. പ്ലാന്റ് ഫുഡിൽ നിന്ന് നിങ്ങൾ ഇത്രയും ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഹാരം കഴിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും ഈ കാർണിവോറസ് ആയിട്ടുള്ളതും ഹെർബിവോറസ് ആയിട്ടുള്ള സസ്യബുക്കുകളും മാംസബുക്കുകളുമായിട്ടുള്ള ജീവികളെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സസ്യബുക്കുകൾക്ക് കൂടുതൽ ആഹാരം കഴിക്കേണ്ടി വരും. നമ്മൾ ഈ മേഞ്ഞു നടക്കുന്ന ജീവികൾ നോക്കൂ, അവ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ മാംസബുക്കുകൾ അങ്ങനെയല്ല. അവ ഒരു സമയം അവരുടെ മീൽ ടൈം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ്, കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ന്യൂട്രിയൻറ്റ് ഡെൻസിറ്റിയാണ് ഈ വ്യത്യാസം ഉണ്ടാക്കുന്നത്. എന്നാൽ അതേസമയം ഇതിനോടൊപ്പം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ട വേറൊരു പ്രധാന പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. ന്യൂട്രിയൻ റിച്ച് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റു ചില റിസ്കുകൾ കൂടിയുണ്ട്. നമ്മൾ ശരീരത്തിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇതൊക്കെ കൂടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഓവർ കൺസംഷൻ ഓഫ് മീറ്റ് പ്രോഡക്ട്സ് ആണ്. അത് ഈ ന്യൂട്രിയൻറ്റ് റിച്ച് ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ പ്ലാന്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, അത് കൂടുതൽ ഫൈബർ റിച്ച് ആണ്. ഫൈബർ എന്ന് പറയുന്നത് ദഹനത്തിൻ്റെ പ്രോസസ്സ് കൂടുതൽ എളുപ്പമാക്കുന്നതാണ്. എന്നാൽ പ്ലാന്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ്സിനകത്ത് പൊതുവെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണ്, ഫൈബർ കൂടുതലാണ്. ഈ ഫൈബർ കണ്ടന്റ് പൊതുവെ ദഹനമൊക്കെ ഈസി ആക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കൺസംഷൻ കാരണം വരുന്ന ഇഷ്യൂസ് പ്ലാന്റിലേക്ക് വരുമ്പോൾ, പ്ലാന്റ് ബേസ്ഡ് ഫുഡിലേക്ക് വരുമ്പോൾ കുറഞ്ഞിരിക്കും. അതേസമയം അത് ന്യൂട്രിയൻറ്റ് റിച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പരിഗണിക്കണം. അതിന് വേറൊരു ഇനി ഇതിനകത്ത് മോറലായിട്ടുള്ളതും എൻവയോൺമെൻ്റലായിട്ടുള്ള കുറേ പരിഗണനകൾ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നേരിട്ട് മറ്റു ജീവികളെ ഉപദ്രവിക്കാതെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നമ്മളുടെ ആധുനികപരമായിട്ടുള്ള കൃഷിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം മറ്റ് മൃഗങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്, മറ്റ് മൃഗങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൽ ഒരു മോറൽ ഇഷ്യൂ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഭക്ഷണത്തിന് എപ്പോഴും അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജും ഉണ്ടെന്ന് പറയാം. എന്നാൽ അതിനകത്ത് അതിൻ്റേതായ റിസ്കുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മീറ്റ് ബേസ്ഡ് ഭക്ഷണത്തിൽ നിന്നും പെട്ടെന്ന് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണത്തിൽ നിന്ന് അത്ര എളുപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ omega-3 ഫാറ്റി ആസിഡോ വൈറ്റമിൻ B12 അയണൊക്കെ പോലുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത സ്ട്രിക്ട്ലി പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണത്തിൽ കൂടുതലാണ്. പ്ലാന്റിൽ നിന്നും ഇത് കിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇത് നമ്മൾ കണ്ടെത്തി കൂടുതൽ കെയർഫുള്ളായിട്ട് കഴിക്കേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾക്ക് മീറ്റും ഫിഷും അങ്ങനെയുള്ള നോൺ പ്ലാന്റ് ഫുഡ് കഴിക്കാൻ നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള കൺസേൺ കുറച്ച് മതി. കാരണം ഇത് മീറ്റിൽ താരതമ്യേന എളുപ്പത്തിൽ കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ പറഞ്ഞു തരുന്നത്, ഇവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണോ വെജിറ്റേറിയൻ ഭക്ഷണമാണോ കൂടുതൽ നല്ലത് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് മാറാം. പക്ഷേ നിങ്ങളുടെ ചോയ്സ് ഇതിലേതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ മറ്റത് പ്രകൃതി വിരുദ്ധമാണെന്നോ ഒന്നുമുള്ള ആർഗ്യുമെൻറ്റിന് അവിടെ സ്കോപ്പില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ശരീരത്തിന് ഇത് രണ്ടും പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ന്യൂട്രിയൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ മീറ്റ് ബേസ്ഡ് ഭക്ഷണത്തിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. എത്തിക്കലായിട്ടുള്ളതും സസ്റ്റൈനബിലിറ്റിയുടെയൊക്കെ കണ്ടിലൂടെ നോക്കുകയാണെങ്കിൽ, ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. അത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നെല്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രെയിൻസ് ആണ് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇത് നേരിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മീറ്റ് കഴിക്കുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും നമ്മൾ ഈ മീറ്റായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ആ മൃഗങ്ങളെയാണ് നമ്മൾ ഭക്ഷണമാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ലോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാൻഡ് ഈ കാറ്റിലിനെയൊക്കെ വളർത്തുന്നതിനും പിന്നെ അതിനെ ഭക്ഷണമാക്കി മാറ്റുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ കൂടുതൽ ലാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഡീഫോറസ്റ്റേഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൂടെ ഇതിൽ നോക്കുമ്പോൾ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണമാണ് മിനിമൽ ഇമ്പാക്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. മീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ എഫർട്ട് ആവശ്യമാണ്, കൂടുതൽ ലാൻഡ് യൂസ് വേണ്ടി വരും, കൂടുതൽ റിസോഴ്സ് ചിലപ്പോൾ നമുക്ക് അവിടെ ചിലവാകും. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന അധ്വാനത്തിന് കൂടുതൽ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണത്തിന് അവിടെ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആർഗ്യുമെൻറ്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ആർഗ്യുമെൻറ്റുകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് മോറലി മറ്റ് മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ മറ്റൊരു മൃഗത്തെ ഉപദ്രവിക്കേണ്ടി വരുന്നതിനകത്തുള്ളൊരു മോറൽ കൺസേൺ നിങ്ങൾക്ക് ആവശ്യം, അതൊരു ന്യായമായ കാരണമാണ്. അതുപോലെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പല മൃഗങ്ങളെയും വലിയ തോതിൽ വളർത്തേണ്ടി വരുമ്പോൾ അവ
കാരണം തന്നെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാകുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഇതും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയുടെ കണ്ണിൽ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് താനും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടിനും പ്രോസും കോൺസും ഉണ്ട്. ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സിനുള്ള ഓപ്ഷൻസ് അവിടെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് അതിനെ വേർതിരിക്കുന്നതിനോട് പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. കാരണം വെജിറ്റേറിയനെ അടിസ്ഥാനപ്പെടുത്തി നിർത്തിയിട്ടാണ് നമുക്ക് മറ്റേ ഭക്ഷണത്തെ നോൺ വെജിറ്റേറിയൻ എന്ന് പറയേണ്ടി വരുന്നത്. ഇതിനകത്ത് കൂടുതൽ കർക്കശ ബുദ്ധി പ്രയോഗിക്കുന്നത് വെജിറ്റേറിയൻ സൈഡിലാണ്. നിങ്ങൾ ചില ഭക്ഷണങ്ങളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഭക്ഷണക്രമങ്ങളിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള പല ആരോഗ്യ കാര്യത്തിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പല സംഘടനകളും മനുഷ്യന് പറ്റിയത് ഒരു ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രിക്ട്ലി പ്ലാന്റ് ബേസ്ഡ് എന്നോ സ്ട്രിക്ട്ലി മീറ്റ് ബേസ്ഡ് എന്നോ പറയുന്ന ഒരു ഭക്ഷണക്രമത്തെക്കാൾ നല്ലത് ആ ഒരു ഫ്ലെക്സിറ്റേറിയൻ, രണ്ടും ആവശ്യത്തിനനുസരിച്ച് ഉൾപ്പെടുത്തുന്ന കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഭക്ഷണശീലമാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നതിനോടൊപ്പം വേറൊരു വാക്ക് കൂടി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേഗൻ എന്നോ വീഗൻ എന്നോ ഒക്കെ വിളിക്കുന്നത്. അത് വെജിറ്റേറിയൻസിനേക്കാൾ കുറച്ചുകൂടി കർക്കശമായിട്ടുള്ളൊരു നിലപാടാണ്. പൊതുവിൽ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണം പ്രിഫർ ചെയ്യുന്ന പല ആളുകളും ചിലപ്പോൾ അനിമൽ ഡിറൈവ്ഡ് പ്രോഡക്ട്സ് കഴിക്കാറുണ്ട്. അനിമൽസിനെ നേരിട്ട് കഴിക്കുന്നില്ലെങ്കിൽ, മീറ്റ് കഴിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ മുട്ടയോ പാലോ ഒക്കെ കഴിക്കുന്നവരുണ്ടാകും. അതുപോലും ഒഴിവാക്കുക എന്ന നിലപാട്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് നമ്മളതിനെ വീഗൻസ്, അത്തരം നിലപാട് വെക്കുന്നവരാണ് പൊതുവിൽ സ്വയം വീഗൻസ് എന്ന് അടയാളപ്പെടുത്തുന്നത്. അവർ അനിമൽസുമായിട്ട് ബന്ധമുള്ള ഒന്നും കഴിക്കില്ല എന്ന നിലപാടുള്ളവരായിരിക്കും. എന്നാൽ ബാക്കി രീതി മാംസം കഴിക്കില്ലെങ്കിലും മുട്ട കഴിക്കാം എന്ന നിലപാടുള്ളവരുണ്ട്, പാല് കഴിക്കാം എന്ന നിലപാടുള്ളവരുണ്ട്. അവർ താരതമ്യേന കുറച്ചുകൂടി ഒരു മസിൽ പിടുത്തം കുറഞ്ഞ വെജിറ്റേറിയൻ ഡയറ്റാണ് നമുക്ക് പറയാം. ചില ആളുകൾ പലപ്പോഴും കിഴങ്ങ് വർഗ്ഗം പോലും കഴിക്കാത്ത ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉള്ളിയോ മറ്റ് കിഴങ്ങുകളോ ഒക്കെ കഴിക്കുന്നത് പോലും വെജിറ്റേറിയൻ ഡയറ്റിന് വിരുദ്ധമാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. കുറച്ചുകൂടി കൺവെൻഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള കടുംപിടുത്തങ്ങളിലേക്ക് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണം നമ്മുടെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിൽ അതും കഴിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ താരതമ്യേന നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ നോർത്തേൺ കാനഡയിലൊക്കെ ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ട്. അവിടെ എങ്ങും ചെടി വളരില്ല, കാരണം അത് കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മീറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ അനിമൽ ഡിറൈവ്ഡ് പ്രോഡക്ട്സിന് മാത്രമേ മാർഗ്ഗമുള്ളൂ. അവിടെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കർക്കശ ബുദ്ധിയോടുകൂടി ഇതാണ് വേണ്ടത് എന്ന രീതിയിൽ പെരുമാറുമ്പോൾ വരുന്ന പ്രശ്നം, നമ്മൾ മനുഷ്യരെ പലരെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടാണ് ആലോചിക്കുന്നത്. കാരണം എല്ലായിടത്തും ഒരുപോലെ പ്രായോഗികമല്ല. ഇതിനെ ഒരു ഫ്ലെക്സിബിളായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഗുണമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണം മാത്രം കഴിക്കാൻ കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിക്കാം. നിങ്ങൾക്ക് അല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ കൺസംഷൻ കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ റിസ്ക് അവിടെ കൂടുതലാണ്. അത് അറിഞ്ഞ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിസ്ക് കൂടുതൽ, ഇപ്പോൾ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നു, ബീഫ് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ കൂടുതൽ ബീഫ് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സോടുകൂടി തന്നെ ഭക്ഷണം നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നൊരവസ്ഥ. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തെ ഒരു പ്യൂരിറ്റിയുടെ ലക്ഷണമായിട്ടൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പല വെജിറ്റേറിയൻ ഭക്ഷണശാലകളുടെയും മുമ്പിൽ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ബോർഡ് കാണാറുണ്ട്. ആ വാക്കിൽ പ്രത്യേകിച്ച് അവിടെ പ്രസക്തിയൊന്നുമില്ല. കാരണം എന്ത് തരത്തിലുള്ള പ്യൂരിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും അത് ആളുകളിൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. അതിനകത്ത് രാഷ്ട്രീയവും സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാകും. അതിൽ വീണ് പോകാതിരിക്കുക. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിന് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ സയൻസ് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഫ്ലെക്സിബിലിറ്റിക്ക് ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഭേദപ്പെട്ട ഒരു നിലപാട് എന്ന് തോന്നുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.